السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله، بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ദീനാണ് വിശുദ്ധ ഇസ്ലാം. ആദം നബി അലൈഹിസ്സലാം മുതൽ തുടക്കം കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിസമാപ്തിയും സമ്പൂർണതയും കുറിച്ച ഒരു ബൃഹത്തായ പ്രത്യശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നബിയായി നിയോഗിച്ചയക്കുന്ന വേളയിൽ ലോകമെമ്പാടും ശിർക്കും കുഫറും മഅസിയത്തും കൊണ്ട് വികലമായി പോയിരുന്നു. കാരണം 500 വർഷത്തിലധികം പ്രവാചകന്മാരിൽ നിന്ന് ഭൂമിയുടെ പുറംതൊലി കാലിയായി പോയി. ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം ഒരു പ്രവാചകൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ജനങ്ങൾ ഇസ്ലാമിൽ നിന്നും ഈമാനിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നും സുഹൃതങ്ങളിൽ നിന്നും വ്യതിചലിച്ച് അധർമ്മകാരികളായി അക്രമം പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയക്കുന്നത്. 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി, പ്രവാചകത്വം കിട്ടി. അതിനുശേഷം അവിടെ നിന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. എന്നാൽ തങ്ങൾ ജനിച്ച രാജ്യക്കാരായ മക്കക്കാര് വരെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല. തങ്ങളുടെ കുടുംബക്കാരായ ഖുറൈശികൾ വരെയും പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശത്രുത വെച്ച് പുലർത്തി. രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക്, മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ പലായനം ചെയ്യുകയാണ്. നുബുവത്ത് കിട്ടിക്കഴിഞ്ഞ് 13 വർഷമായപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന് 53 വയസ്സ് പ്രായമായപ്പോഴാണ് അവിടുന്ന് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോകുന്നത്.
മക്കയിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഭൂരിഭാഗം സഹാബിമാരും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു പോയി. അവര് അവരുടെ സ്വത്തുക്കളും അവരുടെ ഭൂസ്വത്തുക്കളും അവരുടെ സമ്പത്തും എല്ലാം സ്വരാജ്യമായ മക്കയിൽ വിട്ടിട്ടാണ് മദീനയിലേക്ക് ദീനിന്റെ സംരക്ഷണാർത്ഥം പുറപ്പെട്ടത്, പലായനം ചെയ്തത്. ഹിജ്റ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ഖുറൈശി പ്രമാണിയായ അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു കച്ചവട സംഘം ശാമിലേക്ക് പുറപ്പെട്ടു. ആ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മാത്രമായിരുന്നില്ല കച്ചവടത്തിനു വേണ്ടി ശാമിലേക്ക് കൊണ്ടുപോയത്. നേരെ മറിച്ച് മക്കയിൽ നിന്ന് അധിവസിച്ചിരുന്ന മുഴുവൻ ജനങ്ങളുടെയും സമ്പത്തുമായിട്ടാണ് കച്ചവടം ചെയ്ത് ലാഭം കൊയ്തെടുക്കാൻ വേണ്ടി ശാമിലേക്ക് പുറപ്പെട്ടത്. ശാമിൽ നിന്ന് കച്ചവടം ചെയ്ത് വലിയ ലാഭവുമായി സ്വരാജ്യമാകുന്ന മദീനയിലേക്ക് മക്കയിലേക്ക് മടങ്ങിപ്പോകുന്ന വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബിമാരുമായി കൂടിയാലോചിച്ചു. നമ്മുടെ സ്വരാജ്യമാകുന്ന മക്കയിൽ നിന്ന് മാറ്റിപ്പുറത്താക്കിയ നിഷേധികൾ നമ്മുടെ സമ്പത്തുക്കളും നമ്മുടെ ഭൂസ്വത്തുക്കളും നമ്മുടെ പാർപ്പിടങ്ങളും ഒക്കെ മക്കയിലുണ്ട്. അതുമൊക്കെ കച്ചവടം ചെയ്യുന്നതിനു വേണ്ടി ശാമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ കച്ചവട സംഘത്തിനെ നേരിട്ട് കൊണ്ട് അവരിൽ നിന്ന് സമ്പത്ത് നമുക്ക് പിടിച്ചു പറിക്കണം. കാരണം നമ്മുടെ അവകാശമാണത്. 313ഓളം വരുന്ന സംഘം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കച്ചവട സംഘത്തിനെ പിടിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ 12-നാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടി സാക്ഷിയാകുന്നത്. അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ ചാരന്മാരിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുചരന്മാരും തങ്ങളുടെ കച്ചവട സംഘത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടി തങ്ങളുടെ കച്ചവട സംഘവുമായി നേരിടാൻ വേണ്ടി തയ്യാറായി ബദറിലേക്ക് വന്നിരിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം അതിശീഘ്രം പായുന്ന ഒരാളെ മക്കയിലേക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹം വന്നിട്ട് പറയുകയുണ്ടായി, മുഹമ്മദും അനുയായികളും നിങ്ങളുടെ കച്ചവട സംഘത്തിനെ പിടിച്ചെടുക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്, അവരുമായി പോരാടാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. മക്കയിലാകെ ഈ വിളംബരം നടന്നു. മക്കക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി. കാരണം എല്ലാവരുടെയും സമ്പത്ത് അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് പിടിച്ചെടുക്കുകയാണ് എങ്കിൽ തങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന മക്കക്കാര് മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും പിടികൂടുന്നതിനു വേണ്ടി പുറപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. നമ്മൾ കച്ചവട സംഘവുമായി ഏറ്റുമുട്ടാൻ പുറപ്പെട്ടു എങ്കിലും മക്കയിൽ നിന്ന് വരുന്ന വലിയ ഒരു ശത്രു സംഘത്തെയാണ് നേരിടേണ്ടുന്നത്. അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം തീരദേശത്തിലൂടെ മക്കയിലെത്തി അബൂജഹലിന് വിവരം നൽകി, ഞങ്ങൾ സ്വരാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുകയാണ്, നിങ്ങളും മടങ്ങിക്കൊള്ളുക. അബൂജഹലും 1000-ഓളം വരുന്ന സുസജ്ജരായ ആൾക്കാരും ബദറിൽ എത്തിയിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ മടങ്ങുന്ന പ്രശ്നമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുമായി കൂടിയാലോചന നടത്തി. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും നോമ്പുകാരാണ്, ഞാനൂണുകളാണ്, ബലഹീനരാണ്. അവർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി 70 ഒട്ടകങ്ങളും 2 കുതിരകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. മദീനയിൽ നിന്ന് അവര് യാത്ര ചെയ്യുമ്പോൾ 3 പേര് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനും അലി റളിയല്ലാഹു അൻഹും അബൂ ലുബാബ റളിയല്ലാഹു അൻഹു 3 പേര് ഒരു ഒട്ടകത്തിലാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒട്ടകത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഇവ 2 പേരുടെയും ഊഴം എത്തുമ്പോൾ അവര് പറയും, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുക, ഞങ്ങൾ നടന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ വരാം.
അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും എന്നെക്കാൾ ശക്തരല്ല, ഞാൻ നിങ്ങളെക്കാൾ പ്രതിഫലത്തിൽ നിന്ന് നിരാശ്രയനുമല്ല. ഞാൻ അള്ളാഹുവിൽ നിന്ന് നടന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നതിന്റെ പ്രതിഫലം കാംക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലഹീനരായ 313ഓളം വരുന്ന ആ സംഘം, അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരം തയ്യാറായി. ഞങ്ങൾ കച്ചവട സംഘത്തിന് ഏറ്റുമുട്ടാനാണ് പുറപ്പെട്ടത്, പക്ഷേ ഇപ്പോൾ യുദ്ധസംഘം പോരാളി സംഘമാണ് വരുന്നതെങ്കിൽ അവരുമായി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. അൻസാരികളും അത് അംഗീകരിക്കാൻ തയ്യാറായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തെക്കുറിച്ച് സൂറത്തുൽ അൻഫാലിലൂടെ പറയുകയാണ്, ഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലകും വതവദ്ദൂന അന്ന ഗൈറ ദാതി ശൗകതി തകൂനു ലകും ويريد الله أن يحق الحق ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون إذ يعدكم الله إحدى الطائفتين أنها لكم. രണ്ട് സംഘത്തിൽ ഒരു സംഘത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരും എന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം. ഒന്നുകിൽ അബൂ സുഫിയാനിന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, അല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള പോരാളി സംഘം. وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശക്തിയില്ലാത്ത കച്ചവട സംഘം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റുമുട്ടണം എന്നാണ്. وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ. എന്നാൽ അല്ലാഹു അവന്റെ തീരുമാനപ്രകാരം സത്യം സത്യമായി പുലരാൻ ആഗ്രഹിക്കുന്നു. وَيَقْطَعَ دَابِرَ الْكَافِرِينَ. നിഷേധികളുടെ മുരട് വേരോടെ പിഴുതെറിയാനും അല്ലാഹു ആഗ്രഹിക്കുന്നു. സത്യം സത്യമായി പുലരുന്നതിനു വേണ്ടിയും ബാത്തിൽ ശൂന്യമായി തീരുന്നതിനു വേണ്ടിയും. വലൗ കരിഹൽ മുജ്രിമൂൻ. കുറ്റവാളികൾ, അക്രമകാരികൾ അതിനെ അനിഷ്ടകരമായി മനസ്സിലാക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിച്ചത് മക്കയിൽ നിന്ന് വന്ന സുസജ്ജരായ പോരാളി സംഘത്തിന്റെ കൂട്ടത്തിൽ തന്നെ മുസ്ലിമീങ്ങൾ ഏറ്റുമുട്ടണം എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ തയ്യാറാക്കി. അല്ലാഹുവിനോട് അവർ ദുആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 313ഓളം വരുന്ന ബലഹീനരായ മുസ്ലിം സംഘത്തിനെ എല്ലാ നിലയിലും സുസജ്ജരായ ഭൂരിപക്ഷം വരുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. 70 നിഷേധികളെ വധിക്കുകയും 70 പേരെ തടവിലാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അദൃശ്യമായ ക്രമീകരണം ആകാശത്ത് നിന്നും മാലാഖമാരെ ബദറിലേക്ക് ഇറക്കുകയുണ്ടായി. ആദ്യം 1000 പേരെ ഇറക്കി, പിന്നീട് 3000 പേരായി അതിനെ വർദ്ധിപ്പിച്ചു, പിന്നീട് 5000 പേരായി അവർ വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി സഹായിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെ മുസ്ലിമീങ്ങൾ മലക്കുകളുടെ സംഘത്തിനെ നേരിട്ട് കാണുകയുണ്ടായി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂ ഉസൈദ് എന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പിൽക്കാലത്ത് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുകയാണ്, ലൗ കുന്തു അന വ അൻത ബി ബദരിൻ ثم أطلق الله بصري لأريتك الشعب الذي خرجت علينا منه الملائكة. അബൂ സയ്യിദ് പറയുകയാണ്, അഥവാ ഞാനും നീയും ബദറിന്റെ മലഞ്ചെരുവിലായിരിക്കുമ്പോൾ
അള്ളാഹു എന്റെ കാഴ്ച ശക്തിയെ മടക്കി നൽകുന്നു എങ്കിൽ തീർച്ചയായും നിനക്ക് ഞാൻ ഒരു പ്രവിശ്യയെ കാണിച്ചു തരിക തന്നെ ചെയ്യും. ആ മലഞ്ചെരുവിലൂടെയാണ് മലക്കുകൾ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത്. ഉബാദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ ബിൻ അൽ-അവാം റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ ഉബാദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, كانت على الزبير بن العوام يوم بدر عمامة صفر معتجر بها وكانت الملائكة تنزل على المسلمين عليهم عمائم صفراء. ഉബാദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ ബിൻ അൽ-അവാം പറയുകയാണ്, തീർച്ചയായും ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയായിരുന്നു സുബൈർ ബിൻ അൽ-അവാം റളിയല്ലാഹു അൻഹു. ആ സഹാബി തലപ്പാവായി ധരിച്ചിരുന്നത് മഞ്ഞ നിറത്തിലുള്ള തലപ്പാവായിരുന്നു. ആ തലപ്പാവിനെ തലയിൽ ധരിച്ചിരുന്നു. വൽ മലായികതു തൻസിലു അലൈഹിം അമാഇമു സഫറാ. മലക്കുകൾ മുസ്ലിം സംഘത്തിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി. അവരും ധരിച്ചിരുന്നത് മഞ്ഞ നിറത്തിലുള്ള തലപ്പാവായിരുന്നു. ഇത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, നിഷേധികളും ഇതിനെ അംഗീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ ഏറ്റുമുട്ടിയ കുഫാറുകളും മലക്കുകളുടെ ശക്തിയെയും തീഷ്ണമായി അവരുടെ പോരാട്ടത്തെയും പൂർണ്ണമായി അഭിമുഖീകരിക്കുകയുണ്ടായി. അബൂലഹബിന്റെ അടുക്കൽ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ ഇത് വിവരിക്കുകയും ചെയ്തു. അബൂ റാഫിഅ റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്നു. പിൽക്കാലത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി. ഈ സഹാബി സംസം കിണറിന്റെ അടുക്കൽ ഒരു കൂടാരമുണ്ടാക്കി അസ്ത്രം, അമ്പും വില്ലും നിർമ്മിക്കുമായിരുന്നു. കേടുപാടുകൾ സംഭവിച്ച അമ്പും വില്ലുകളും അസ്ത്രങ്ങളും ശരിപ്പെടുത്തുന്ന ജോലിയായിരുന്നു അബൂ റാഫിഅ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. ബദറിന്റെ യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം സംസം കിണറിന്റെ അടുക്കലുള്ള കൂടാരത്തിൽ ഇരുന്ന് അസ്ത്രം ശരിപ്പെടുത്തുമ്പോൾ ഈ അബൂ റാഫിന്റെ അടുക്കൽ യജമാനനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലും ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹ. മുസ്ലിമീങ്ങൾ വിജയിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ ആഹ്ലാദവും സന്തോഷവും ഉണ്ടായി. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു ഔന്നത്യം നൽകുകയാണ്. അബൂലഹബും മുശ്രിക്കീങ്ങളുടെ സംഘവും വേദനയോടുകൂടി അവിടെ ഒരുമിച്ച് കൂടി. അബൂലഹബ കൂടാരത്തിന്റെ ഉള്ളിൽ കയറി അബൂ റാഫിന്റെ മുതുകത്തേക്ക് അദ്ദേഹത്തിന്റെ മുതുകു വെച്ചിരുന്നു. എന്നിട്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഒരു മുശ്രിക്കിനെ വിളിച്ചു. ഈ അബൂ സുഫിയാൻ ചരിത്രത്തിൽ പ്രസിദ്ധനായ അബൂ സുഫിയാൻ അല്ല, അദ്ദേഹത്തിന്റെ പേര് സഹർ ബിൻ ഹർബ് എന്നാണ്. ഈ അബൂ സുഫിയാനിന്റെ പേര് മുഗീറത്ത് ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നാണ്. ഇദ്ദേഹം ബദറിൽ അബൂ ജഹലിന്റെ കൂട്ടത്തിൽ പങ്കെടുത്ത മുശ്രിക്കാണ്. കച്ചവട സംഘത്തിന്റെ നേതാവായിരുന്ന അബൂ സുഫിയാൻ വേറെയാണ്. ഈ അബൂ സുഫിയാൻ അദ്ദേഹത്തിനോട് അബൂലഹബ് വിവരിക്കുകയാണ്, ബദർ യുദ്ധത്തിന്റെ സീൻ വിവരിക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ സുഫിയാൻ എന്ന മക്കാ മുശ്രിക്ക് വിവരിക്കുകയാണ്, ഞങ്ങൾ എല്ലാ നിലയിലും സുസജ്ജരായിരുന്നു, ഭൂരിപക്ഷമുണ്ടായിരുന്നു, ആയുധ ബലമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരു അത്ഭുതം കാണുകയുണ്ടായി. അന്തരീക്ഷത്തിൽ തവിട്ട് നിറത്തിലുള്ള കുതിരയിൽ വെള്ള നിറത്തിലുള്ള ധാരാളം മനുഷ്യർ ഞങ്ങളുടെ മൈതാനിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവരാരെ വകവരുത്താൻ ആഗ്രഹിച്ചാലും അവരുടെ പിന്നാലെ കൂടി അവരെ വകവരുത്തുമായിരുന്നു. അവരെ കൊല്ലുകയും അവരെ തടവിൽ പിടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളിൽ നിന്ന് 70 പേരെ അവർ വധിക്കുകയുണ്ടായി. ഞങ്ങൾ ഏറ്റുമുട്ടിയത് മനുഷ്യരോടല്ല, മുസ്ലിം സംഘത്തിനോടല്ല, അദൃശ്യമായ ഒരു ശക്തിയോടാണ്. അവര് തടവിൽ പിടിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരെ അവര് തടവിലാക്കുകയും ചെയ്തു. തടവിൽ പിടിക്കാൻ വേണ്ടിയും മലക്കുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ന് മുസ്ലിം ആയിരുന്നു എങ്കിലും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസ് അന്ന് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടു. രാജ്യക്കാരുടെ കൂട്ടത്തിൽ നിൽക്കണമല്ലോ എന്ന ചിന്ത കൊണ്ട്
ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾ തടവിൽ പിടിക്കുകയുണ്ടായി. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് അദ്ദേഹത്തിന്റെ മകൻ വിവരിക്കുകയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തടവിൽ പിടിച്ചത് ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട അബുൽ യസ്ർ എന്ന് പറയുന്ന ഒരു സഹാബിയായിരുന്നു. ആ സഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, എന്റെ പിതൃവ്യനായ അബ്ബാസിനെ എങ്ങനെയാ നിങ്ങൾ തടവിലാക്കിയത്? അപ്പോ അബുൽ യസ്ർ പറഞ്ഞു, ഞാനാണ് എങ്കിൽ കുള്ളനെ പൊക്കം കുറഞ്ഞയാളാ. ഇദ്ദേഹം പൊക്കം കൂടി ആജാനുബാഹുവായ ഒരു മനുഷ്യനാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ പൊക്കം കുറഞ്ഞയാളാണ്, ഈ ആജാനുബാഹുവായ ഉയരം കൂടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാ നിങ്ങൾ കീഴ്പ്പെടുത്തിയത്, തടവുകാരനാക്കിയത്? അബുൽ യസ്ർ പറഞ്ഞു, ഞാനല്ല, ഞാൻ നോക്കുമ്പോ തവിട്ട് നിറത്തിലുള്ള കുതിരപ്പുറത്ത് വെളുത്ത നിറത്തിലുള്ള ഒരാൾ എന്റെ അടുക്കൽ വന്നു. അദ്ദേഹം എന്നെ ഈ അബ്ബാസിനെ കീഴ്പ്പെടുത്തി എന്റെ കയ്യിൽ നൽകിയതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, വഖദ് അയ്യദകല്ലാഹു ബിമലക്കിൻ കരീമിൻ, തീർച്ചയായും അല്ലാഹു മാന്യനായ ഒരു മലക്കിനെ കൊണ്ട് നിനക്ക് സഹായം നൽകി, പിൻബലം നൽകി. യഥാർത്ഥത്തിൽ മുശ്രിക്കീങ്ങളെ കൊല്ലുകയും അവരെ തടവിൽ പിടിക്കുകയും ചെയ്തത് മലക്കുകളായിരുന്നു. അബൂലഹബിന്റെ അടുക്കൽ അദ്ദേഹം വിവരിക്കുകയാണ്, അബൂ സുഫിയാൻ വിവരിക്കുകയാണ്, കാണാത്ത ഒരു ശക്തിയുമായിട്ടാണ് നമ്മൾ നേരിട്ടത്. ഇത് കേട്ടപ്പോ ആവേശത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന അബൂ റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിൽക്കൽ മലായിക, മലക്കുകളാണ്. ഇത് കേട്ടപ്പോ അബൂലഹബിന് ദേഷ്യം വന്നു, ഇദ്ദേഹം മുസ്ലിമാണോ? കൈവലിച്ച് ആഞ്ഞ ചെകിട്ടത്തേക്ക് ഒരു അടി കൊടുത്തു. അബൂ റാഫിന് ദേഷ്യം വന്നു, ചാടി എഴുന്നേറ്റു. അബൂലഹബ് വീണ്ടും അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തി മലർത്തിയടിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ മുകളിൽ ഇരുന്ന് അടിക്കാൻ വേണ്ടി തുടങ്ങി. ഈ രംഗം കണ്ടപ്പോ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹ കൂടാരത്തിന്റെ ഒരു കമ്പി പിഴുതെടുത്തു. അബൂലഹബിന്റെ തലയ്ക്ക് ആഞ്ഞടിച്ചു. തലയിൽ ശക്തമായ ആഴമുള്ള മുറിവുണ്ടായി, രക്തം ചീന്താൻ തുടങ്ങി. അബൂലഹബ് നിന്ദ്യനായി അവിടെ നിന്നും മടങ്ങി. അത് കഴിഞ്ഞ് 7 ദിവസം അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. അബൂലഹബ് ബദറിൽ പോയിട്ടില്ല, പകരം ഒരാളയച്ചു. ഇത് കഴിഞ്ഞ് 7 ദിവസമായപ്പോ അദ്ദേഹത്തിന് വസൂരി രോഗം ബാധിച്ചു. പ്ലേഗ് പോലത്തെ ഒരു രോഗമാണ്. അദ്ദേഹത്തിന്റെ വ്രണങ്ങളിൽ നിന്ന് പുഴുക്കൾ നിർഗളിക്കാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം മരണപ്പെട്ടപ്പോ മക്കൾ വരെയും അദ്ദേഹത്തിന്റെ ജനാസയുടെ അടുക്കലേക്ക് പോകുന്നില്ല. ഖുറൈശികളിൽപ്പെട്ട ഒരാള് മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ആ വീട്ടിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വമിക്കുകയാണ്. നിങ്ങളുടെ പിതാവല്ലേ, നിങ്ങളുടെ ഉപ്പയെ എന്തുകൊണ്ട് നിങ്ങൾ സംസ്കരിക്കുന്നില്ല? ഞാൻ നിങ്ങളെ സഹായിക്കാം. 3 പേരും കൂടെ അബൂലഹബിന്റെ അടുക്കൽ വന്നു. ദൂരെ നിന്നും അവര് വെള്ളം ഒഴിച്ച കുളിപ്പിച്ച്, അടുത്ത് നിന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? ഒരു മതിൽക്കെട്ടിന്റെ താഴെ കൊണ്ടുവന്നു വെച്ചു, കുഴിയുള്ള ഭാഗം. എന്നിട്ട് പാറക്കല്ലുകൾ അദ്ദേഹത്തിന്റെ മുകളിലേക്കിട്ട് പാറക്കല്ലുകളുടെ അടിയിലാക്കി. അങ്ങനെ നിന്ദ്യനായി അബൂലഹബും മരണപ്പെടേണ്ടി വന്നു. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ അവന്റെ അദൃശ്യമായ സഹായം മലക്കുകളെ ഇറക്കി സഹായിക്കുകയും ധാരാളം സഹായം ബദറിൽ അല്ലാഹു നൽകുകയുണ്ടായി. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ക്രമമായി അത് വിശദീകരിക്കുന്നുണ്ട്. ഇദ് യുഗശീകുമുൻ നുആസു അമനതൻ മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി وليذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. ഒരു സഹായം, ഇത് യുഗശീകുമുൻ നുആസു അമനതൻ, മനഃശാന്തിക്ക് വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് മയക്കം നൽകി. സാധാരണ ഇത് കാണുമ്പോൾ ബേജാറുണ്ടായി ഉറക്കം നഷ്ടപ്പെടുകയാ ചെയ്യേണ്ടത്. അല്ലാഹു എന്ത് ചെയ്തു? ബദറിന്റെ രണാങ്കണത്തിൽ പോരാട്ടത്തിനുള്ള വീര്യം നൽകാൻ വേണ്ടി നല്ല മയക്കം നൽകി. നല്ലതുപോലെ എല്ലാവരും ഉറങ്ങി. രണ്ടാമതായി വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? യുതഹിറകും ബിഹി, ആ മഴവെള്ളം കൊണ്ട് നിങ്ങൾ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി. വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ, ശൈത്താനിന്റെ മാലിന്യങ്ങളാകുന്ന ദുർബോധനങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധമാക്കാൻ. ശൈത്താൻ ദുർബോധനം ഇട്ടെന്ന് വെള്ളമില്ല, കുളി നിർബന്ധമായിരിക്കും, എങ്ങനെ കൊടുക്കും, എങ്ങനെ കുളിക്കും? മഴ പെയ്തു.
എന്നിട്ട് അല്ലാഹു പറയാണ് വലിയുർബിത അലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കെട്ടുറപ്പ് നൽകാൻ വേണ്ടി വയുസബ്ബിത ബിഹിൽ അഖ്ദാം, ആ മഴയിലൂടെ നിങ്ങളുടെ പാദങ്ങൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ. മഴ വർഷിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും താമസിച്ച സ്ഥലം ഉറപ്പുള്ളതായി. അവരുടെ കുതിരകൾ സ്വൈര്യമായി അവിടെ നിലയുറപ്പിച്ചു. അവരുടെ പാദങ്ങൾ നല്ല നിലയിൽ നിലയുറപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ മുശ്രിക്കീങ്ങൾ താമസിച്ചിരുന്ന പ്രദേശം ചെളിക്കുണ്ടായി. അവരുടെ കാലുകൾ വഴുതാൻ തുടങ്ങി. അവരുടെ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും കാലും വഴുതാൻ തുടങ്ങി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവരുടെ കണ്ണിലേക്ക് മണ്ണ് വാരി എറിഞ്ഞു. ഒരു പിടി മണ്ണ് 1000 പേരുടെയും കണ്ണിൽ പോയി പതിച്ചു. അവർക്ക് കണ്ണ് കണ്ടു എന്നുള്ളതായി. അവരെന്ത് ചെയ്തു? ഇങ്ങനെ ബദറിന്റെ മൈതാനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അവിടെ പിന്നാലെ സഹാബിമാര് കൂടി, മലക്കുകൾ ഇറങ്ങി അവരെ കൈകാര്യം ചെയ്യുക. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. വലൻ തഖ്തുലൂഹും, നിങ്ങൾ ഒരിക്കലും ശത്രുക്കളെ പരാജയപ്പെടുത്തിയിട്ടില്ല. വലാകിന്നല്ലാഹ ഖതലഹും, പക്ഷേ അല്ലാഹു അവന്റെ അദൃശ്യമായ മാലാഖമാരെ ഇറക്കിയാണ് അവരുമായി ഏറ്റുമുട്ടിയത്. വമാ റമൈത ഇദ് റമൈത, നിങ്ങൾ അവരുടെ കണ്ണിലേക്ക് മണ്ണുവാരി എറിഞ്ഞപ്പോൾ നിങ്ങളല്ല എറിഞ്ഞത്. വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് ആ മണൽത്തരികളെ അവരുടെ കണ്ണിലേക്ക് എത്തിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? മലക്കുകൾ അല്ലാഹു ഇറക്കി സഹായിച്ചു. അല്ലാഹു പറയാ, ഇദ് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നീ മഅകും ഫസബ്ബിതുൽ ലദീന ആമനൂ സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറൂ റുഅബ ഫളിബൂ ഫൗഖൽ അനാഖ വളിബൂ കുല്ല ബനാൻ. അല്ലാഹു മലക്കുകൾക്ക് ഉത്ബോധനം നൽകുകയാണ്. അന്നീമാക്കും, തീർച്ചയായി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലാണ്. ഫസബ്ബിതുൽ ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ നിങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ ഉറപ്പിച്ചു നിർത്തണം. സൗൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറൂ റുഅബ, നിഷേധികളുടെ ഹൃദയത്തിൽ നാം ഭയമിട്ട് കൊടുക്കും. എന്നിട്ട് മലക്കുകളോട് നിർദ്ദേശിക്കുക, ഫളിബൂ മിൻഹും കുല്ല ബനാൻ, നിങ്ങൾ അവരുടെ പിരടികളെ മുറിക്കുക, അവരുടെ വിരൽ പുച്ഛങ്ങളെയും മുറിക്കുക. ചൂടുകൊണ്ട് മുറിഞ്ഞ അതേ അടയാളം അവരുടെ കഴുത്തുകളിലും വിരൽ പുച്ഛങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണത്തിൽ ന്യൂനപക്ഷമായിരുന്ന ബലഹീനരായ മുസ്ലിമീങ്ങളെ അവന്റെ അദൃശ്യമായ മാലാഖമാരെ ഇറക്കി സഹായിച്ചത്? വിശുദ്ധ ഖുർആൻ 3 അസ്ബാബുകളാ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനിലും സഹാബിമാരിലും ഉണ്ടായിരുന്ന 3 കാരണങ്ങൾ കൊണ്ടാണ് അല്ലാഹു അദൃശ്യമായ അവന്റെ മാലാഖമാരെ ഇറക്കി അവരെ സഹായിച്ചത്. ഒന്നാമതായി അവർ അല്ലാഹുവിനോട് മാത്രം ദുആ ഇറക്കാൻ തയ്യാറായി. إذ تستغيثون ربكم فاستجاب لكم أني ممدكم ب1000 من الملائكة مردفين. إذ تستغيثون ربكم, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയപ്പോൾ അവർ അല്ലാഹുവിനോട് മാത്രം സഹായം അർത്ഥിക്കാൻ വേണ്ടി തയ്യാറായി. നബിയും സഹാബിമാരും അല്ലാഹുവിനോട് വിജയത്തിനു വേണ്ടി അർത്ഥിക്കുകയാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ഒരു കൂടാരം ഉണ്ടാക്കി. ആ കൂടാരത്തിൽ അലി റളിയല്ലാഹു അൻഹു പാതിരാത്രി സമയത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ സാഷ്ടാംഗത്തിൽ കിടന്നുകൊണ്ട് ദുആ ഇറക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, അല്ലയോ ജീവിച്ചിരിക്കുകയും അല്ലയോ നിലനിൽക്കുകയും എല്ലാ വസ്തുക്കളെയും നിലനിർത്തുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ അല്ലാഹുവേ,
ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ വചനം ഉരവിടുന്ന ഒരാളും ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ അവശേഷിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ വിജയം നൽകണം. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ഇരന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകി. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകി. അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ തുടരെ 1000 മാലാഖമാരെ ഇറക്കിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. സഹാബാക്കൾക്ക് ഗൈബിയായ മലക്കുകളിലൂടെയുള്ള സഹായം കിട്ടാനുള്ള മറ്റ് 2 കാരണങ്ങൾ: ഒന്ന് സബറാണ്, ക്ഷമ; 2 തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ വിശുദ്ധി, ജീവിതത്തിന്റെ പരിശുദ്ധി. അവരുടെ ഹൃദയം പരിശുദ്ധമായിരുന്നു. അവരുടെ കണ്ണ് ഹറാമ് നോക്കിയില്ല, അവരുടെ ചെവി ഹറാമ് കേട്ടില്ല, അവരുടെ നാവ് ഹറാമ് സംസാരിച്ചില്ല, അവരുടെ അവയവങ്ങൾ ഹറാമ് പ്രവർത്തിച്ചില്ല. അവരുടെ ഹൃദയത്തിൽ മോശമായ പാപകരമായ വികാര വിചാരങ്ങൾ ഉണ്ടായില്ല. തഖ്വയും സബറും ഉണ്ടായി. സൂറത്ത് ആല ഇംറാനിലൂടെ അല്ലാഹു പറയാണ്: വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة മുസവ്വിമീൻ. അല്ലാഹു പറയാണ്: വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ എണ്ണത്തിൽ ന്യൂനപക്ഷമായിരിക്കെ. ഇത് തഖൂലു, യേ മുഹമ്മദേ, നിങ്ങൾ പറഞ്ഞ സന്ദർഭം: അലൻ യക്ഫിയകും, നിങ്ങൾക്ക് പോരയോ? അയ്യുമിദ്ദകും റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കുക എന്നത്. ബി3,000 മിനൽ മലായികതി മുൻസലീൻ, 3000 മലക്കുകളെ ശത്രുക്കൾക്കെതിരിൽ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കൽ നിങ്ങൾക്ക് പോരയോ? ബലാദേ ഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിച്ചാൽ, വതത്തഖൂ, നിങ്ങൾ തഖ്വ ഹൃദയത്തിൽ സ്വായത്തമാക്കിയാൽ. അല്ലാഹു പറയാ: സബർ, തഖ്വ. بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا, പൊടുന്നനെ ശത്രു സൈന്യം നിങ്ങളെ കടന്നാക്രമിക്കാൻ വേണ്ടി വരികയും ചെയ്താൽ, ആദായുംബിദുകും റബ്ബുകും ബി5,000 മിനൽ മലായികതി മുസവ്വിമീൻ, അടയാളം ചെയ്യപ്പെട്ട 5000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു ഇതാ നിങ്ങൾക്ക് സഹായം നൽകുകയാണ്. വെറുതെ അല്ല അല്ലാഹുവിന്റെ സഹായം കിട്ടിയത്. ആ ദിവസത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് യൗമൽ ഫുർഖാൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ ഫുർഖാനാണ്, സത്യാസത്യങ്ങളെ വേർതിരിച്ചു തരുന്ന വിശുദ്ധ ഖുർആൻ അവതീർണമായ റമദാൻ. ആ റമദാനിന്റെ 17ാമത്തെ ദിവസത്തിലാണ് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിയുന്ന ദിവസം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബുവത്ത് കിട്ടി 15 വർഷമായി. ഇനി സത്യം വളരെ കൃത്യമായി വ്യക്തമാകണം. തൗഹീദും ഇസ്ലാമും ഇസ്ലാമിന്റെ സംവിധാനങ്ങളും യാഥാർത്ഥ്യമാണ്. കുഫറും ശിർക്കും അത് എത്ര വലിയ ശക്തിയുണ്ട് എങ്കിലും, ആയുധബലവും അംഗബലവും ഉണ്ട് എങ്കിലും അത് അർത്ഥശൂന്യമായതാണ്, അത് ബാത്തിലാണ്, നിരർത്ഥകമായതാണ്. അതൊരിക്കലും ഭൂമിയുടെ പുറന്തലിക്ക് മുകളിൽ അവശേഷിക്കാൻ പാടില്ല. അവിടുന്ന് പിന്നെ വിജയം തുടങ്ങുകയാണ്. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ഉഹദ് നടന്നു, പിന്നീട് ഖന്ദഖ് നടന്നു, ഖൈബർ നടന്നു, ഹുനൈൻ നടന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലമായപ്പോൾ തന്നെ 8 വർഷം കഴിഞ്ഞപ്പോ ഹിജാസിന്റെ വെളിയിലേക്ക് സംഘങ്ങളെ അയക്കാൻ വേണ്ടി തുടങ്ങി. പിന്നീട് അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തികളായിരുന്ന
റോമും പേർഷ്യയും ഒക്കെ ഇസ്ലാമിന് കീഴടങ്ങി. അതുകൊണ്ട് ബദർ ഘോരഘോരമായി പ്രസംഗിക്കുമ്പോൾ, ബദറിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, ബദറിന്റെ രാവിൽ നമ്മൾ ഓരോരുത്തരും ബദരീങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ, ബദറിന്റെ സുദിനത്തിൽ സന്തോഷത്തിന്റെ പേരിൽ, മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയതിന്റെ പേരിൽ പള്ളികളിൽ അന്നം നൽകാറുണ്ട്, പൊറോട്ട ഇറച്ചി നൽകാറുണ്ട്, ബിരിയാണി നൽകുന്ന പള്ളിയുണ്ട്, മന്തി നൽകുന്ന പള്ളിയുണ്ട്. എന്നാൽ ആ ബദരീങ്ങൾ ചെയ്ത ത്യാഗവും അവരുടെ സമർപ്പണവും നമ്മൾ ഓർക്കാറില്ല. എന്തുകൊണ്ടാണ് ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ ഒരു വിജയം നൽകിയത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീകളായ സഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ അദൃശ്യമായ സഹായം ഇറക്കി, മലക്കുകളെ ഇറക്കി വിജയം നൽകിയത് 3 കാരണങ്ങളുടെ പേരിൽ. ഒന്ന് ദുആ. നമ്മൾ ഓരോരുത്തരും നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് കാര്യമായി ദുആ ഇറക്കണം. സ്ഥിരമായി നമ്മൾ ദുആ ഇറന്നുകൊണ്ടേയിരിക്കണം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വീട്ടിന്റെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, നാട്ടിന്റെ പ്രശ്നം, രാജ്യത്തിന്റെ പ്രശ്നം, ലോകത്തുടലെടുത്തിരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ മാറാൻ അല്ലാഹുവിനോട് ദുആ ഇറന്നുകൊണ്ടേയിരിക്കണം. ബാഹ്യമായ സംവിധാനങ്ങളെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലാഹുവിന്റെ തീരുമാനം അനുകൂലമായി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. ദുആ ചെയ്ത് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുആ സ്വീകരിക്കപ്പെടുന്നതിനും കുറെ നിബന്ധനകളുണ്ട്. ഒന്ന്, ഹറാമായ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ ദുആ സ്വീകരിക്കില്ല. 2, അശ്രദ്ധമായി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ദുആ സ്വീകരിക്കില്ല. 3, ഉറപ്പില്ലാതെ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം, അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാലും ദുആ സ്വീകരിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്, അല്ലാതെ സംശയത്തോടു കൂടിയല്ല. അതുപോലെ തന്നെ ജനങ്ങളിൽ ദീനിന്റെ ദഅവത്തിന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ദുആ സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ജനങ്ങളോട് നന്മ ഉപദേശിക്കണം, തിന്മയിൽ നിന്ന് വിലക്കണം. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും തിന്മയും അരാജകത്വം ഇങ്ങനെ വാഴുകയാണ്. അരങ്ങ് തകർക്കുമ്പോഴും നമ്മൾ വിശുദ്ധിയിൽ നോമ്പും തറാവിയുമായിട്ട് കഴിഞ്ഞുകൂടുക. അവരെ നന്മയിലേക്ക് ആനയിക്കാൻ, അവരെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുവല്ല, യൂസിക്കുണ്ടല്ലാഹു യബഅത അലൈക്കും ഇഖാബൻ. അല്ലാഹു അവന്റെ ശിക്ഷയെ നിങ്ങളുടെ മേൽ അയക്കും. സുമ്മതദഉനഹു ഫലാ യസ്തജീബു ലക്കും. പിന്നീട് അള്ളാഹിനോട് നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകില്ല. അതുകൊണ്ട് നല്ലതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. 2, നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. പാപങ്ങളിൽ നിന്ന് ജീവിതം പരിശുദ്ധമായിരിക്കണമെന്ന് അനുഗ്രഹീത റമദാനിൽ വരെയും തിന്മയിൽ, അശ്ലീലങ്ങളിൽ നോക്കുന്നതിൽ വ്യാപൃതരായി കഴിഞ്ഞുകൂടിയിരിക്കുക മുസ്ലിം സമൂഹം കാക്കുമാറാണ്. പള്ളികളൊക്കെ ശൂന്യമായിരിക്കുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമ്മൾ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ ഓതുന്നവരുടെ എണ്ണം കുറവാണ്, പള്ളിയിൽ തറാവീഹ് നമസ്കരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം മനുഷ്യനെ അശ്രദ്ധയിലേക്ക് വലിച്ചിടുന്ന ഉപകരണങ്ങളിൽ മനുഷ്യൻ ഇങ്ങനെ ജോലിയായിക്കൊണ്ടിരിക്കും. അതിൽ തിന്മ കാണുന്നു, തിന്മ അത് കൊണ്ട് സംസാരിക്കുന്നു, തിന്മ മ്യൂസിക് കേൾക്കുന്നു, തിന്മ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തഖ്വ ജീവിതത്തെ ഹറാമിൽ നിന്നും പാപത്തിൽ നിന്നും പരിശുദ്ധമാണ്. 3, സബ്ർ വേണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ, അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുന്നതിൽ, പ്രതിസന്ധികൾ വരുമ്പോൾ സബറോടെ, ക്ഷമയോടെ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീകളെ സഹായിച്ചതുപോലെ നമ്മളെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലയൗമിൻ ഫീ ശൈ, കുല്ലയൗമിൻ ഹുവ ഫീ ശൈ. അല്ലാഹു എല്ലാ ദിവസവും ഒരേ അവസ്ഥയിലാണ്. പണ്ട് കാലത്ത് ഒരവസ്ഥയിലായിരുന്നു, അന്ന് മലക്കളെ ഇറക്കി സഹായിക്കാൻ കഴിയുന്ന കഴിവില്ല. അങ്ങനെയല്ല. വിധങ്ങളുടെയും സഹാബാക്കളുടെയും യോഗ്യതകൾ നമ്മൾ നേടിയെടുക്കണം. ഹൃദയത്തിലും ജീവിതത്തിലും വിശുദ്ധിയും ശരീഅത്തും സുന്നത്തും കൃത്യമായി പാലിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും സഹായിക്കും. സർവശക്തനായ അല്ലാഹു ശരിയായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ അവസാനത്തെ 10 വരികയാണ്. ഇഅ്തികാഫിന്റെ ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് ചൊവ്വാഴ്ച മുതൽ നമ്മൾ ഓരോരുത്തരും
രാത്രി മുതൽ പള്ളികളെ ശരണം പ്രാപിക്കുകയും കൂടുതലായി ഇഅ്തികാഫിൽ വ്യാപൃതരാകുകയും അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.